പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ ഭീകരരുടെ തോക്കിൻകുഴലിൽ ജീവൻ പൊലിഞ്ഞ എൻ രാമചന്ദ്രന്റെ അന്ത്യയാത്രയാണ്. ഔദ്യോഗിക ബഹുമതികളാണ് ഇപ്പോൾ നൽകിയത്. കുടുംബം ഒന്നിച്ച് കശ്മീരിലേക്കുള്ള യാത്രക്കിടയിൽ ഉല്ലാസവേളകളിൽ എപ്പോഴോ വന്ന ഭീകരരുടെ വെടിയുണ്ടയ്ക്ക് പാത്രമാകേണ്ടി വരികയായിരുന്നു എൻ രാമചന്ദ്രൻ അടക്കമുള്ള 26 പേർ. ഇടപ്പള്ളി ശ്മശാനത്തിൽ അവസാന യാത്രയ്ക്കുള്ള അവസാന നിമിഷ ഒരുക്കങ്ങളിലാണ്. എൻ രാമചന്ദ്രന്റെ ഭൗതികദേഹം പ്രിയപ്പെട്ടവർ ചുറ്റുമുണ്ട്. നിരവധി പേർ, നേരിട്ടറിയുന്നതുമല്ലാത്തതുമായ ഒരുപാട് പേരുടെ സാന്നിധ്യത്തിൽ അന്ത്യയാത്രയാവുകയാണ് എൻ രാമചന്ദ്രൻ. ഔദ്യോഗിക ബഹുമതികൾ നൽകി ഇനി മടക്കയാത്രയാണ്. റിയ ബേബി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. റിയ, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വെടിയൊച്ചയിൽ പൊലിഞ്ഞു പോയതാണ് എൻ രാമചന്ദ്രന്റെ ജീവൻ. ഇപ്പോഴിതാ ഔദ്യോഗിക ബഹുമതികളായി മറ്റൊരു വെടിയൊച്ച കേൾക്കുമ്പോൾ ബന്ധപ്പെടുത്തി ചിന്തിച്ചു പോകും കുടുംബാംഗങ്ങൾ, ഒപ്പമുണ്ടായിരുന്നവർ. മോത്തി, നമ്മൾ ആ ദൃശ്യങ്ങൾ അല്പസമയം മുമ്പ് കണ്ടതാണ്. സംസ്ഥാന സർക്കാർ പൂർണ്ണ ബഹുമതികൾ നൽകി എൻ രാമചന്ദ്രന് അവസാന യാത്ര നൽകുമ്പോൾ പരസ്പരം കൈ ചേർത്ത് പിടിച്ച് താങ്ങായി തങ്ങളുടെ സങ്കടം പങ്കുവെച്ചുകൊണ്ട് വിതുമ്പി പ്രിയപ്പെട്ടവൻ്റെ ശരീരത്തിനരികിൽ നിൽക്കുന്ന 3 പേരുടെ ദൃശ്യങ്ങൾ, അത് ഈ നാടിനെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തുന്നതാണ്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് പകരം വെക്കാനില്ലാത്ത നഷ്ടത്തിൻ്റെ 3 മുഖങ്ങളാണ്. അവർ പരസ്പരം കൈ കോർത്ത് കൈ ചേർത്ത് പിടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. എൻ രാമചന്ദ്രൻ്റെ 2 മക്കൾ അരവിന്ദ് മാർത്തിയും ഭാര്യ ഷീലയും, ആ 3 പേരും തങ്ങളുടെ സങ്കടം മറികടക്കാനാകാതെ പരസ്പരം കൈ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ദൃശ്യങ്ങൾ, അതായിരുന്നു നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. ഇപ്പോഴിതാ സംസ്കാര ചടങ്ങുകൾക്കായി ഇടപ്പള്ളി ശ്മശാനത്തിനകത്തേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ തൻ്റെ പ്രിയപ്പെട്ട അച്ഛന്, ഭർത്താവിന് ഒക്കെ അവർ നൽകിയ യാത്രയയപ്പ്, അതായിരുന്നു നമ്മൾ കണ്ടത്. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കും. നേരത്തെ മോത്തി സൂചിപ്പിച്ചതുപോലെ ഭീകരർക്ക് മാപ്പില്ല. അത്